നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ഓഗസ്റ്റ് മാസം 26 തിങ്കളാഴ്ച അതിശക്തിയാർന്ന 888 മാനിഫെസ്റ്റേഷൻ ഡേ ആണ് നാളെ. അതായത് നാളെ അത്ഭുത ശക്തിയുള്ള പ്രപഞ്ച വശ്യ ദിവസമാണ്. നാളെ 26 26 എന്ന കൂട്ടുതുക വരുന്നത്, അതായത് 2+6 എന്ന് പറയുമ്പോൾ 8 വരുന്നത്. അതുപോലെ തന്നെ മാസം നോക്കിയാലും ഇത് 8ാം മാസമാണ്. ഇനി വർഷം കണക്കിലെടുക്കുമ്പോൾ 2024 2+0+2+4 ഇത് കൂട്ടുതുകയായി വരുമ്പോഴും 8 വരുന്നത്. അതുകൊണ്ടാണ് നാളെ 888 മാനിഫെസ്റ്റേഷൻ ഡേ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നാളത്തെ തിഥി ഏതാണെന്നാൽ 8ാമത്തെ തിഥിയായ അഷ്ടമി എന്ന പ്രത്യേകതയും നാളത്തെ ദിവസത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു അത്ഭുത ദിവസം ഇനി ചിലപ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല. തീയതിയും മാസവും വർഷവും കൂടിച്ചേരുമ്പോൾ 888 ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 8ാമത്തെ തിഥിയും കൂടിച്ചേർന്ന് വരുന്ന ഈ 888 മാനിഫെസ്റ്റേഷൻ ഡേക്ക് അത്രയേറെ ശക്തിയാണുള്ളത്. ഇപ്പോൾ 555, 444, 333 എന്നിങ്ങനെയുള്ള മാനിഫെസ്റ്റേഷനും ഉണ്ട്. എന്നാൽ 888 എന്ന മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്നതാണ്. അതായത് ലക്ക്, അബണ്ടൻസ്, പ്രോസ്പെരിറ്റി, കൂടാതെ ആത്മീയപരമായ ഉയർച്ച. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നാളെ അതിശക്തിയാർന്ന ഈ 888 മാനിഫെസ്റ്റേഷൻ ഡേയിൽ ഒരു പ്രത്യേക സമയത്ത് നിങ്ങളുടെ മനസ്സിനെ പ്രയോജനപ്പെടുത്തി വെറും 8 മിനിറ്റ് നിങ്ങളൊന്ന് ചെലവാക്കി നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ, അത് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ്. ഈ 888 മാനിഫെസ്റ്റേഷൻ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 888 മാനിഫെസ്റ്റേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ 8 തവണ എഴുതി നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ സാധിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അതിലും പവർഫുൾ ആയ ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ തവണ 888 മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരാഗ്രഹം എഴുതുന്ന രീതിയാണ് പറഞ്ഞത്. എന്നാൽ ഇത്തവണ വളരെ വളരെ ശക്തിയാർന്ന ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. 8 എന്നാൽ അഷ്ടലക്ഷ്മികൾ, അഷ്ടദിക്പാലകർ, അഷ്ടഭൈരവർ എന്നിവരെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം 8 എന്ന സംഖ്യയ്ക്ക് അത്രയേറെ പ്രാധാന്യവും മഹത്വവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിനെ വിശ്വസിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കൂ. തീർച്ചയായും അത് നടക്കുന്നതാണ്. ഇനി ഇങ്ങനെ എഴുതുവാൻ കുളിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാലും പീരീഡ്സ് ആയിരുന്നാലും പുലവാലായ്മ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അത്രയേറെ പവർഫുൾ ആയ ഒരു ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരു പേപ്പറിൽ എഴുതുക. ഇനി ഇത് എഴുതുവാൻ ഒരു ചാർട്ട് പേപ്പറും ഒരു പേനയും മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി ചാർട്ട് പേപ്പർ ഇല്ല എങ്കിൽ കുറച്ച് കട്ടിയുള്ള ബോണ്ട് പേപ്പറിൽ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇനി ഏത് സമയത്താണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടതെന്നാൽ നാളെ രാവിലെ കൃത്യം 8:08 അതുപോലെ തന്നെ വൈകിട്ട് 8:08 ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുക. ഈ 2 സമയത്തിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം നടന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്യുക. കാരണം നാളത്തെ ഈ ഒരു അത്ഭുത ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഇതുപോലെ ഒരു പവർഫുള്ളായ ദിവസം ഇനി ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. ഇനി നാളെ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പേപ്പർ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ നോക്കിയെടുക്കുക. അതുപോലെ തന്നെ പേപ്പർ എടുക്കുമ്പോൾ ഏത് നിറത്തിലുള്ള പേപ്പറും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എഴുതുവാൻ ഏതു നിറത്തിലുള്ള പേനയും എടുക്കാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന പേപ്പറിൽ ആദ്യം 888 എന്നാണ് എഴുതേണ്ടത്. അതായത് 26 കൂട്ടുതുക വരുമ്പോൾ 8 ലഭിക്കുന്നത്. പിന്നീട് 8ാം മാസം
2024 കൂട്ടുതുക വരുന്നതും 8. അങ്ങനെ 888 എന്ന് ആദ്യം എഴുതുക. അതിനുശേഷം അതിന് താഴെയായി നിങ്ങളുടെ 8 ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ്. ഇനി ഇത് എഴുതേണ്ടത് നാളെ രാവിലെ കൃത്യം 8:08 ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ രാവിലെ 8:08 ഇത് എഴുതുവാൻ ആരംഭിക്കേണ്ടത്. അല്ലാതെ 8:08 എഴുതി അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി രാവിലെ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ രാത്രിയിൽ വരുന്ന 8:08 ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ വളരെ നല്ലതുപോലെ ആലോചിച്ച് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 8 ആഗ്രഹങ്ങൾ എഴുതുക. നാളെ അതിശക്തിയാർന്ന ഈ അത്ഭുത ദിവസം, ഈ ഒരു അത്ഭുത സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി നോക്കൂ. 100% നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന രീതിയിൽ എഴുതുക. ഉദാഹരണത്തിന് ഞാനിവിടെ 8 ആഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് 10 ലക്ഷം രൂപ. ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയാണ് വേണ്ടതെങ്കിൽ ഗവൺമെൻറ് ജോലി എന്നെഴുതാവുന്നതാണ്. ഇനി മകളുടെയോ അല്ലെങ്കിൽ മകൻ്റെയോ വിവാഹമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടക്കേണ്ടതെങ്കിൽ വിവാഹം എന്നെഴുതാവുന്നതാണ്. ഇനി സ്വന്തമായി ഭൂമി അല്ലെങ്കിൽ വീടാണ് ആഗ്രഹമെങ്കിൽ പുതിയ വീട് എന്നെഴുതുക. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ കലഹത്തിലോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായുള്ള കലഹങ്ങളോ ഇതിലെല്ലാം വിജയം ഉണ്ടാകണമെങ്കിൽ വഴക്കിൽ വിജയം എന്നെഴുതാവുന്നതാണ്. ഇനി നിങ്ങളുടെ വരുമാനം വർദ്ധിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഉയർന്ന ശമ്പളം എന്നെഴുതാവുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് നല്ല ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം എന്നെഴുതാവുന്നതാണ്. ഇനി ഭർത്താവുമായി നിരന്തര കലഹം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഭർത്താവിൻ്റെ സ്നേഹം എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഈ രീതിയിൽ എഴുതാവുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ആഗ്രഹങ്ങൾ ഇതേ രീതിയിൽ തന്നെ എഴുതാവുന്നതാണ്. ഇനി നാളെ നിങ്ങൾ രാവിലെ 8:08 ഇത് എഴുതുന്നതെങ്കിലും ഇനി അതല്ല വൈകിട്ട് 8:08 എഴുതുന്നതെങ്കിലും രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ തലയണയുടെ അടിയിൽ ഈ എഴുതിയ പേപ്പർ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ്. ഈ രീതിയിൽ 8 ദിവസമാണ് ഇത് തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങേണ്ടത്. അതായത് നാളെ 26-ാം തീയതി ഈ ഒരു മെത്തേഡ് നിങ്ങൾ ആരംഭിച്ച് സെപ്റ്റംബർ 2-ാം തീയതി വരെ ഇത് നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക. ഇനി രാവിലെ ഉണരുമ്പോൾ തലയിണയുടെ അടിയിൽ നിന്നും ഈ പേപ്പർ എടുത്ത് സേഫായ ഒരു സ്ഥലത്ത് വയ്ക്കുക. വീണ്ടും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഈ പേപ്പർ എടുത്ത് തലയിണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക. ഇനി ഈ 8 ദിവസവും ഉറങ്ങുന്നതിന് മുൻപായി, അതായത് തലയിണയുടെ അടിയിൽ ഈ പേപ്പർ വയ്ക്കുന്നതിന് മുൻപായി ഈ പേപ്പറിൽ നിങ്ങൾ എഴുതിയ 8 ആഗ്രഹങ്ങളും നിങ്ങളൊന്ന് വായിക്കുക. അതിനുശേഷം ഈ പേപ്പർ തലയിണയുടെ അടിയിൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം രാവിലെ ഉണർന്നു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ തലയണയുടെ അടിയിൽ നിന്നും പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതിയ ആഗ്രഹങ്ങൾ വായിച്ചതിന് ശേഷം ഈ പേപ്പർ സേഫായ ഒരു സ്ഥലത്ത് വയ്ക്കുക. ഇങ്ങനെ 8 ദിവസവും ചെയ്യുക. ഇനി നിങ്ങൾ എഴുതിയ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, ആ ഒരു ഫീലോട് കൂടി വേണം ഇതെന്നും നിങ്ങൾ വായിക്കുവാൻ. ഇനി 8 ദിവസത്തിന് ശേഷം ഈ പേപ്പർ അടിക്കടി നിങ്ങളുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പേപ്പർ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു ഭാഗത്തും ഈ പേപ്പർ ഒട്ടിച്ചു വെക്കുവാൻ സ്ഥലമില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വാലറ്റിലോ ഇത് വെക്കാവുന്നതാണ്. നിങ്ങൾ എഴുതിയ 8 ആഗ്രഹങ്ങളിൽ ഓരോന്നായി സാധിക്കുമ്പോഴും അതിൽ ടിക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതിന് ശേഷം ഈ പേപ്പർ ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ്. നാളത്തെ അതിശക്തിയാർന്ന ഈ അത്ഭുത ദിവസത്തിൽ നിങ്ങളുടെ 8 ആഗ്രഹങ്ങൾ ഈ രീതിയിൽ എഴുതാവുന്നതാണ്. തീർച്ചയായും ഈ പ്രപഞ്ചം അത് സാധിച്ചു തരുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.